അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി അകമ്പൊരുളിൽ സൂറത്ത് ബഖറയുമായി ബന്ധപ്പെട്ട് അവിടെ സൂറത്ത് ബഖറയിലെ തുടക്കം അലിഫ് ലാം മീം എന്നാണ്. ഈ മൂന്നക്ഷരങ്ങൾ അലിഫ് ലാം മീം, ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പറഞ്ഞതായി ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് വസ്തുത. അറബികളാണെങ്കിൽ ഖുർആനിൻ്റെ ആദ്യകാല ശ്രോതാക്കളായ അറബികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് സംബന്ധിച്ച് ചോദിച്ചിട്ടുമില്ല. മുഹമ്മദ് എന്താണ് ഈ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവരാരും ചോദിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നബി അത് വിശദീകരിച്ചിട്ടില്ല, നബിയോട് ആരും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു രീതിയാണ്. ഒരു സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയുടെ, ഒരു ഗ്രന്ഥത്തിൻ്റെ ഒക്കെ തുടക്കത്തിൽ ചില അക്ഷരങ്ങളെടുത്ത് ആളുകളുടെ ശ്രദ്ധ തിരിക്കുകയോ മറ്റെന്തോ ആവാം ഉദ്ദേശം. എന്തായിരുന്നാലും അറബികൾക്കതറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അറബികളാരും അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ പോയത്. എന്നാൽ ഇവിടെ അകമ്പൊരുളുകാരൻ പറയുന്ന ഒരു സംഗതി, അലിഫ് ലാം മീം ഒരറ്റമല്ല. അലിഫ് ഒരറ്റമാണ്, ലാം മറ്റൊരറ്റമാണ്, മീം മറ്റൊരറ്റവുമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ മൂന്ന് അറ്റങ്ങളാണ് ഗ്രന്ഥകാരൻ, അകമ്പൊരുളുകാരൻ എടുത്തു പറയുന്നത്. മൂന്നറ്റം. ഒരു സംഗതിയെ സംബന്ധിച്ച് അതിന് രണ്ടറ്റം നമുക്ക് മനസ്സിലാക്കാം, തുടക്കവും ഒടുക്കവും. ഈ മൂന്നാമത്തെ അറ്റം ഏതായിരിക്കും? അപ്പോൾ ഇത് അലിഫ് ഒരറ്റാണ്, ലാമ് മറ്റൊരറ്റമാണ്, മീമ് മറ്റൊരറ്റമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഹദ്ദിസുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസ് കെട്ടിണ്ടാക്കുന്ന ആളുകൾ എന്ന് അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും അവരെ ഗൂഢാലോചകരായിട്ട് മുദ്ര കുത്തുകയും ഒക്കെ ചെയ്യുന്ന അകമ്പൊരുളുകാരനാണ് അലിഫ് ഒരറ്റമാണ്, മീമ് മറ്റൊരറ്റാണ്, ലാമ് വേറൊരറ്റമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് നബിയുടെ പേരിൽ നബി പറയാത്തത് കളവ് പറയുന്നത് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ പരമ്പരയിലൂടെ കിട്ടിയ ഹദീസുകൾ സ്വീകാര്യമല്ല. എന്നാൽ ഒരു പരമ്പരയില്ലാതെ ആരോ ഇവിടെ എഴുതി വച്ചിട്ടുള്ള വാറോല, യഥാർത്ഥത്തിൽ ഇതാണ് വാറോല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രബലമായിട്ടുള്ള ഒരു ഹദീസിലൂടെയും ഒരു സനദിലൂടെയും പരമ്പരയിലൂടെയും ഉദ്ധരിച്ചു വന്നിട്ടുമില്ല. ഏതോ ഗ്രന്ഥത്തിൽ ആരോ എഴുതി വച്ചിട്ടുണ്ട്, അതെടുത്ത് ഉദ്ധരിക്കുകയാണ്, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാറോല യഥാർത്ഥത്തിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയ ഖുർആനിൻ്റെ പൊരുൾ എന്താണ് എന്നുള്ളതിലേക്കുള്ള സൂചനയാണത്. അതായത് ഖുർആനിൻ്റെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികളിലേക്കല്ല വെളിച്ചം വീശുന്നതെന്നും മറ്റേതോ ഒരു തലത്തിൽ മനുഷ്യൻ ആധ്യാത്മികം എന്നൊക്കെ പറയുന്ന ഒരു തലമുണ്ടല്ലോ, ജീവിതവുമായിട്ട് ബന്ധമില്ലാത്തൊരു തലം, ആ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢ ശ്രമം കൂടി ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഖുർആനിലേക്ക് വരുമ്പോൾ, സൂറത്തിലേക്ക് വരുമ്പോൾ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇവിടെ ഗ്രന്ഥം ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിതമായിട്ടുള്ള ഗ്രന്ഥം ഏതാണോ അത് ദാലിക്കൽ കിതാബ്.
ലാ റൈബ ഫീഹി, അതിൻ്റെ കാര്യത്തിലൊരു സംശയത്തിനും അവകാശമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തക്കുകൾക്ക് മാർഗദർശകമാണ്. ഇവിടെ ഗ്രന്ഥം, കിതാബ് എന്നതിന് ഗ്രന്ഥം എന്ന് പറയാൻ പാടില്ല എന്നാണ് അകമ്പൊരുളുകാരൻ പറയുന്നത്. ബാഹ്യപ്രപഞ്ചത്തിന് പിന്നിലെ മഹത്തായ രേഖ, ദൈവത്തിൻ്റെ രേഖ, പലയിടത്തും പറയപ്പെട്ട ഗ്രന്ഥം എന്ന അർത്ഥം ശരിയേ അല്ല. പലയിടത്തും പറയപ്പെട്ട, അതായത് ദാലിക്കൽ കിതാബു എന്നതിന് പലയിടത്തും പറയപ്പെട്ട ഗ്രന്ഥം എന്ന അർത്ഥം ശരിയേ അല്ല. പരമ്പരാഗത ഗ്രന്ഥസങ്കല്പം അനുസരിച്ചുള്ള ഒന്നല്ല ഖുർആൻ എന്നല്ല ഈ സൂക്തം. ലബ്ധമായ ഘട്ടത്തിൽ ഗ്രന്ഥരൂപത്തിൽ ഖുർആനില്ല. ഗ്രന്ഥസങ്കല്പവും രൂപവും പിന്നീട് ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് എന്ത് അസംബന്ധമാണ് എന്ന് നമ്മൾ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഖുർആൻ പറയുന്നത് ദാലിക്കൽ കിതാബു, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തക്കുകൾക്ക് മാർഗദർശകമായിട്ടുള്ള ഗ്രന്ഥം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഖുർആൻ എന്ന പേരിൽ ലഭ്യമായിട്ടുള്ള ഈ ഗ്രന്ഥമാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അകമ്പൊരുളുകാരൻ്റെ വിശദീകരണം അനുസരിച്ച് ഈ ഗ്രന്ഥമല്ല ആ ഗ്രന്ഥം എന്നാണ്. അപ്പോൾ അത് വേറെ ഏതോ ഒരു ഗ്രന്ഥമാണ്. പക്ഷെ ഖുർആനിലെ തുടർന്നുള്ള വാക്യത്തിൻ്റെ സൂചന എന്താണ്? അത് ഇത് മുത്തക്കുകൾക്ക് ഹുദയായിട്ട് ലഭിച്ചിട്ടുള്ള ഗ്രന്ഥം എന്നുള്ള, അതായത് ഈ പാരായണം ചെയ്യപ്പെടുന്ന സൂറത്ത് ഫാത്തിഹയിൽ തുടങ്ങി സൂറത്ത് ബഖറയിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തെ പറ്റിയാണ് ഈ പറയുന്നത് തന്നെയാണ്. കാരണം അപ്പോഴേ അത് മുത്തക്കുകൾക്ക് മാർഗദർശകമാവുള്ളൂ. അവർക്ക് ലഭ്യമായ, അവർക്ക് പാരായണം ചെയ്യാനും പഠിക്കാനും പ്രയോഗിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഗ്രന്ഥമായിരിക്കണമല്ലോ അത്. പിന്നെ ഇത് അന്ന് ഗ്രന്ഥരൂപത്തിൽ രേഖയിൽ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഈ സൂക്തം ലബ്ധമായ ഘട്ടത്തിൽ ഗ്രന്ഥരൂപത്തിൽ ഖുർആനില്ല. ഗ്രന്ഥസങ്കല്പവും രൂപവും പിന്നീട് ഉണ്ടായതാണ് എന്നാണ്. അപ്പോൾ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെ എഴുതി വച്ചെങ്കിലേ കിതാബ് എന്ന് പറയാൻ പറ്റൂ എന്നാണോ? ഇവിടെ ഖുർആൻ അവതരിച്ചുകൊണ്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുമ്പോൾ, ദാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോൾ ആ ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാന്നുള്ളത് ശരിയാണ്. അപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രേഖപ്പെടുത്തിയിട്ടില്ല. കടലാസിലോ അന്നത്തെ ഇതനുസരിച്ച് തുകലിലോ എല്ലുകളിലോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് രേഖപ്പെടുത്തി തുടങ്ങി പോന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പോകുന്നത് എന്താ? തനിക്ക് വഹി ലഭിക്കുമ്പോൾ ആ വഹി തൻ്റെ അനുചരന്മാരിൽ തനിക്ക് ബോധ്യമുള്ള ആളുകളെ, എഴുത്തുകാരെ വിളിച്ചിട്ട് അത് അപ്പോൾ രേഖപ്പെടുത്തി വെക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പോന്നിട്ടുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. സഹാബിമാരിൽ പലരും അത് രേഖപ്പെടുത്തി അവരുടെ കയ്യിൽ അങ്ങനെയുള്ള ഖുർആനിൻ്റെ പ്രതികളുണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. പക്ഷേ ഇവിടെ അകമ്പൊരുളുകാരൻ പറയുന്നത് അനുസരിച്ച് ഈ ഖുർആനെ സംബന്ധിച്ചല്ല ഇവിടെ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് വരും. അതാകട്ടെ മനുഷ്യന് അപ്രാപ്യമായിട്ടുള്ള ഒന്നാണ് ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന ഒന്ന് വേറെ, അകമ്പൊരുളുകാരൻ പറയുന്നത് വേറെ. ഇവിടെ ഖുർആൻ പറയുന്നത് ഈ ഗ്രന്ഥത്തെ പറ്റിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ, സത്യവിശ്വാസികൾക്ക് പാരായണം ചെയ്യാനും പഠിക്കാനും സാധ്യമായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ പറ്റിയാണ് ഇവിടെ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ. അതേ മുത്തക്കുകൾക്ക് പ്രയോജനം ചെയ്യുള്ളൂ, ഹിദായത്തായിട്ട് മാറുകയുള്ളൂ. ഇനി ഈ മുത്തക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ജീവിതത്തിൻ്റെ കവാടങ്ങൾ തേടുന്ന അന്വേഷണമാണ് ഇവിടെ സൂക്ഷ്മത എന്നാണ്. ജീവിതത്തിൻ്റെ കവാടങ്ങൾ തേടുക. എന്താണ് ഈ കവാടങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ജീവിതത്തിലെ നന്മതിന്മകൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നന്മതിന്മകൾ, ധർമാധർമ്മങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും.
അതേവസരം ഇവിടെ ജീവിതത്തിൻ്റെ കവാടം എന്നതുകൊണ്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അവ്യക്തമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണമാണ് ഇവിടെ മുത്തക്ക് സൂക്ഷ്മത എന്നതുകൊണ്ട് ഉദ്ദേശിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അലസതയും കാപ്പട്യവുമില്ലാതെ ഉണ്മ തേടുകയാണവർ. ഈ ഉണ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വുജൂദ് എന്നതായിരിക്കണമല്ലോ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ സംബോധിതരായിട്ടുള്ള മക്കയിലെയും മദീനയിലെയും ആളുകൾക്ക് ഉണ്മയുടെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ സംവിധായകൻ, സൃഷ്ടാവ്, അതിൻ്റെ സംരക്ഷകൻ അത് അള്ളാഹുവാണെന്നുള്ളത് ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി അവരുടെ മുമ്പിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിക്കാനുള്ള ശിർക്കിലും കുഫറിലും ഒക്കെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു തുടങ്ങണമല്ല, മക്കാ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സൂറത്താണെങ്കിൽ മദീന ജീവിതത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കാ ജീവിതത്തിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം, പ്രവാചകത്വം, പരലോകം പറഞ്ഞുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെയാണ് ഇവിടെ മുത്തഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ മാർഗദർശകമായിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. അവർ ഉണ്മയെ തേടി ഉയറുകയായിരുന്നില്ല, ഉണ്മയെ അവർ കണ്ടെത്തുകയും ആ ഉണ്മയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ ഉണ്മയിൽ നിന്ന്, അതായത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമായിട്ടുള്ള പ്രവാചകനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഭ്യമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും പ്രവർത്തന രീതികളും കൈക്കൊണ്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതിൽ ചില പ്രത്യേക സംഗതികൾ ഇവിടെ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്മയെ തേടുന്നവരാണവർ എന്നത് മുത്തഖീൻ എന്ന് പറയുന്നതിന് തെറ്റായിട്ടുള്ള യോജിച്ചിട്ടുള്ള ഒരു വിശദീകരണമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സാക്ഷാൽ സത്യത്തിലേക്ക് അങ്ങേയറ്റത്തെ കൊതിയോടെ യാത്ര പുറപ്പെട്ടവർ ക്ഷണികമായ താല്പര്യങ്ങളല്ല, നിത്യാനന്ദമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. അത്തരം സൂക്ഷ്മാലുക്കൾക്കാണ് വേദം മാർഗദർശനം നൽകുന്നത് എന്നാണ്. ഈ നിത്യാനന്ദം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ അവ്യക്തമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ, അത് തന്നെയും ഇസ്ലാമിക വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ, പരലോക വിശ്വാസത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തുന്ന സന്യാസി ജീവിതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഇതുപോലുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഗ്രന്ഥകാരൻ, അകംപൊരുളുകാരൻ തൻ്റെ പൊരുൾ തേടി മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ്. ഇവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാർഗച്യുതി അത് ആരംഭിക്കുന്നതും. ഖുർആൻ ഉദ്ദേശിക്കുന്നത് നിത്യാനന്ദം ആണോ, അതോ അള്ളാഹുവിൻ്റെ പ്രീതിയും തദനുസൃതമായി അള്ളാഹുവിൻ്റെ സ്വർഗവുമാണോ? ഇവിടെ നിത്യാനന്ദം എന്ന് പറയുമ്പോൾ സ്വർഗം നിത്യാനന്ദമല്ലേ, ത്തിൻ്റെ ഗേഹമല്ലേ എന്നൊക്കെ ചോദിക്കാം. അത് ശരിയാണ്. പക്ഷെ ഒരു പദം, ആ പദത്തിന് ലോകതലത്തിൽ പല വിഭാഗങ്ങളും പല കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്, പല സങ്കല്പങ്ങൾ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ നിത്യാനന്ദം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ആശയവും അർത്ഥവുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രയോഗം ഖുർആനിക വിരുദ്ധമാണ് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ് സത്യം.